മോദിന്നും യോഗിന്നും അമിത്ഷാന്നൊക്കെ കേൾക്കുമ്പോൾ മുട്ടിടിക്കുന്ന നിക്കറിൽ മുള്ളുന്ന ഗോദി മീഡിയയും അതുപോലെ പണവും ഇഡിയെയും കണ്ടു കഴിഞ്ഞാൽ ബി.ജെ.പിയുടെ കാല് നക്കുന്ന MLA-മാരും MP-മാരും സെലിബ്രിറ്റികളും ഈ പിള്ളേരെ കാണുക, ഈ പിള്ളേര് പറയുന്നത് കേൾക്കുക. അതിനുശേഷം ഈ പിള്ളേർക്കുള്ള ധൈര്യത്തിന്റെ ഒരംശം നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക. इस आदमी ने एक हफ्ते के लिए स्कूलों को बंद करवा दिया है। कावड़ यात्रा प्रारंभ होने वाली है सिर्फ और सिर्फ कावड़ यात्रा के लिए। कावड़ यात्रा इतनी ज्यादा जरूरी है कि बच्चों के भविष्य के साथ खिलवाड़ हो रहा है। आज हमारे देश में सबसे ज्यादा कमी एजुकेशन की है, इन्हें जाहिल गवार समझते ही नहीं है। और ये देखो, ये है धार्मिक लोग, यह है धार्मिक अनुशासन। लोग किस तरह से ये लोग श्रद्धा से कावड़ यात्रा कर रहे हैं। കേട്ടില്ലേ ഈ പെൺകുട്ടി പറയുന്നത്? യോഗി ആദിത്യനാഥിനെ ചോദ്യം ചെയ്യുന്നതാണ് കേട്ടിട്ടുള്ളത്. നമുക്കിത് ചുരുക്കി നോക്കാം. ആ പെൺകുട്ടി പറഞ്ഞുള്ളത്, ഈ മനുഷ്യൻ അതായത് യോഗി ആദിത്യനാഥ് ഒരാഴ്ചത്തേക്ക് സ്കൂളുകൾ അടച്ചിട്ടിട്ടുണ്ട്. കൻവാർ യാത്ര തുടങ്ങുന്നത് കൊണ്ടാണ് അടച്ചിട്ടിട്ടുള്ളത്. കൻവാർ യാത്ര അതായത് കുട്ടികളുടെ ഫ്യൂച്ചറിനേക്കാളും വലുതാണോ കൻവാർ യാത്ര എന്ന രീതിയിലാണ് ഈ കുട്ടി അവിടെ ചോദിച്ചിട്ടുള്ളത്. അതായത് കുട്ടികളുടെ ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ താറുമാറാക്കിയിട്ട് വേണോ കൻവാർ യാത്ര എന്നാണ് ഈ കുട്ടി അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം പ്രശ്നമുള്ള അല്ലെങ്കിൽ ഇല്ലാതെ അല്ലെങ്കിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് എഡ്യൂക്കേഷൻ എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. അത് ഈ പഠിപ്പും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് ഈ കുട്ടി പിന്നീട് പറയുന്നത്. അവസാനം ഈ കുട്ടി പറയുന്നത്, ഇത് നോക്കൂ, മതം പറഞ്ഞ് നടക്കുന്ന മനുഷ്യരാണിത്. ഇതാണോ മതം പഠിപ്പിച്ച അച്ചടക്കം? അതിനുശേഷം വെക്കുന്ന ക്ലിപ്പാണ് കൻവാർ യാത്രയിൽ ഡാൻസും കൂത്തുമായി നടക്കുന്ന വളരെ വിയേർഡായിട്ട് നടക്കുന്ന ചില വീഡിയോസ്. ഇതുപോലുള്ള ഒട്ടനവധി വീഡിയോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി ചോദിച്ച ഒരു ചോദ്യം, കുട്ടികളുടെ ഫ്യൂച്ചറിനെക്കാട്ടും വലുതാണോ? കുറച്ച് ഡാറ്റാസ് നോക്കിയാൽ നമുക്ക് തന്നെ വ്യക്തമാവും ഇവർ കുട്ടികളുടെ ഫ്യൂച്ചർ അതായത് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തെക്കാളും കൂടുതൽ പ്രാധാന്യം മറ്റു ചിലതിനാണ് കൊടുക്കുന്നത് എന്ന്. ബി.ജെ.പിയുടെ 9 വർഷം UP-യിൽ യോഗി ആദിത്യനാഥ് സർക്കാർ പൂട്ടിയത് 26,000-ൽ കൂടുതൽ സ്കൂളുകൾ. ഇത് പൂട്ടുന്ന 26,000 സ്കൂളുകൾ പൂട്ടുന്ന സമയം അവിടെ പ്രൈവറ്റ് സ്കൂളുകൾ കൂടുന്നുമുണ്ട്. ഓക്കെ, അതായത് പണമുള്ള ആളുകൾ പഠിച്ചാൽ മതി എന്നാണോ സർക്കാർ ഉദ്ദേശിക്കുന്നത്? അതുപോലെ ഇന്ത്യ ഒട്ടാകെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വർഷം കഴിയുന്നതിനെ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് റേറ്റ് അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ വർഷം കഴിയുന്നതിനെ കുട്ടികൾ വിദ്യാഭ്യാസം പകുതിയിൽ നിന്നും നിർത്തി പോകുന്ന ഒരു കാഴ്ചയാണ് ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത്, ഇന്ത്യയിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 80,000-ഓളം സ്കൂളുകൾ അടച്ചു പൂട്ടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ വളരെയധികം പെട്ടെന്ന് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഇത് കണ്ടു നോക്കും. കണ്ടില്ലേ, അവൻ അങ്ങനെ ചെയ്തപ്പോൾ ആ സ്ത്രീയുടെ അസുഖം മാറി എന്നാണ് പറയുന്നത്. ഈ ഒരു ബിസിനസിന്റെ ഗുണം എന്ന് പറയുന്നത് പെട്ടെന്ന് പച്ച പിടിക്കാം. രണ്ടാമത് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് പച്ച പിടിക്കാം. അപ്പോൾ ഇത് പണ്ടുമുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ കുറച്ചു വർഷങ്ങളായി ഇങ്ങനെയുള്ള ബിസിനസ് വളരെയധികം അധികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് പലരും ഈ ഒരു ബിസിനസ്സിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞത് തന്നെയാണ്, വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ക്ലച്ച് പിടിക്കുകയും ചെയ്യും. ഇനി നമുക്ക് കൻവാർ യാത്രയുടെ കുറച്ച് റിപ്പോർട്ടിങ്ങുകൾ കണ്ടിട്ട് വരാം. हम लोग भी हिंदू हैं, इसका मतलब ये नहीं है कि हिंदू धर्म है तो किसी को परेशान करें। A group of Kavariyas allegedly vandalized a school van at Charak Crossing in Lucknow, Uttar Pradesh, after it grazed one of their motorcycles. Eyewitnesses said the Kavariyas pelted the van with stones and struck it with lathis for about 2 minutes, and even used foul words for the school children who got so scared they started crying. क्या कर रहे थे वो लोग? गालियां ले लेके दौड़े हैं और गालियां बकते हुए गए हैं। हम लोग भी हिंदू हैं, इसका मतलब ये नहीं है कि हिंदू धर्म है तो किसी को परेशान करें। मतलब जबरन ये सारी चीजें करी गई हैं लोग के। Fortunately, no one was hurt. A video of the vandalized vehicle widely circulated on social media showed a broken glass window and schoolgirls standing on the street, visibly distressed. Now, Chowk, located in Old Lucknow, has a predominantly Muslim population. Deputy Commissioner of Police Kamlesh Kumar Dikshit said 3 unidentified persons had damaged a school van. But
By the time the police reached the spot, the group had fled. A case has been filed and police has assured that strict action will be taken against those found guilty. Now, Kavariyas are Hindu pilgrims who undertake the annual Kavar Yatra during the holy monsoon month of Shravan, walking barefoot in saffron robes to fetch water from river Ganga, considered holy for Hindus, and offer it to Lord Shiva. Known for engaging in violence, Kavariyas enjoy the patronage of the BJP government, which showers rose petals on them. Several government officers are deployed along the Kavar Yatra route to ensure the safety and comfort of the pilgrims. The practice of distributing food, water, and medicines among Kavariyas was introduced by Yogi Adityanath when he became Chief Minister in 2017. The government bars four-wheelers on highways during the Yatra, but Kavariyas still enter the cities on their way and tend to get aggressive over minor issues. കേട്ടില്ലേ? ഈ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ആ വ്യക്തി പറയുന്നത്, ആദ്യത്തെ ഒരു വ്യക്തി പറയുന്നത്, വി ആർ ഓൾസോ ഹിന്ദുസ്, ഞങ്ങളും ഹിന്ദുക്കൾ തന്നെയാണ്. പക്ഷേ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ആരെയും ഹറാസ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല. ഞങ്ങൾ ഹിന്ദുവാണ്, പക്ഷേ ഞങ്ങൾ ആരെയും ഇതേപോലെ ഉപദ്രവിക്കില്ല. പ്രത്യേകിച്ചും ഇവിടെ ഉപദ്രവിച്ചിട്ടുള്ളത് കുട്ടികളെ അടക്കം ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ മറ്റൊരാൾ പറയുന്നത്, ഇവിടെ നടന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, കുറച്ച് ആളുകൾ വന്ന് ആ വണ്ടി, അതായത് സ്കൂൾ വാനിന്റെ ഗ്ലാസുകൾ തകർക്കുകയും അതുപോലെ തന്നെ അതിന്റെ സൈഡ് മിററൊക്കെ അടിച്ചു തകർക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ആ വീഡിയോയിൽ ഇപ്പോൾ ആ ഒരു സ്ത്രീ പറയുന്നത്. അതുപോലെ ആളുകൾക്ക് വരുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്തിട്ടുണ്ട്, സ്കൂട്ടറിൽ കയറിയിട്ട് അവിടുന്ന് സ്ഥലം കാലിയാക്കിയിട്ടുണ്ട്. പോലീസിനെ വിളിച്ച് പോലീസ് വരുമ്പോഴത്തേക്കൊക്കെ അവർ രക്ഷപ്പെട്ടിട്ടുണ്ട് അവിടുന്ന്. ഇവര് ആദ്യം റിപ്പോർട്ടർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സംഭവം നടന്നിട്ടുള്ള ഉത്തർപ്രദേശിലാണ്, ലക്നൌവിൽ. അവിടെ ചൊറാക് ക്രോസിലാണ് ഈ സ്കൂൾ വാനെ അടിച്ചു തകർത്തിട്ടുള്ളത്. അവർ എന്നിട്ട് എന്ത് ചെയ്തു, മോട്ടോർ സൈക്കിളിൽ കയറി പോയി. ആ ദൃശ്യങ്ങൾ നമ്മൾ അതിൽ കണ്ടതാണ്. അപ്പം ഐ വിറ്റ്നസ് ഒക്കെ പറയുന്നത് ലാത്തിയൊക്കെ വെച്ചിട്ടാണ് 2 മിനിറ്റോളം ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ആ സ്കൂൾ വാനിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒഫൻസീവ് ആയിട്ടുള്ള വേർഡുകൾ, അതായത് മോശമായിട്ടുള്ള വേർഡുകൾ, കുട്ടികളുണ്ട്, ആ കുട്ടികളുടെ മുമ്പിൽ നിന്നാണ് ഇതുപോലുള്ള മോശമായിട്ടുള്ള വാക്കുകൾ. ഓർക്കണം, ഇവർ കൻവാർ യാത്ര ചെയ്യുന്ന ആളുകളാണ്, അങ്ങനെയാണ് ഇവർ പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ആളുകളാണ് ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അതായത് കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ഇതുപോലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതും അതൊക്കെ അടിച്ചു പൊളിക്കുന്നതും. ഇവർ ആദ്യം പറയുന്നത് പോലീസ് കേസെടുക്കാൻ മടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട്. പക്ഷേ ഡെപ്യൂട്ടി കമ്മീഷണർ അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസ് കേസെടുത്തിട്ട് 3 പേർ ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. പക്ഷെങ്കിൽ അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ്. സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കും, അതായത് ഇത് ചെയ്ത ആളുടെ പേരിൽ സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം പറയുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന കാര്യങ്ങളാണ്. അതായത് ഹിന്ദുവിന്റെ ഒരു പിൽഗ്രിമേജ് ആണ് ഈ കൻവാർ യാത്ര എന്ന് പറയുന്നത്. അതായത് ബെയർ ഫൂട്ടിൽ എന്ത് ചെയ്യും, നടക്കും, ചെരുപ്പൊന്നും ഇല്ലാതെ നടക്കും. ഈ ഹോളി മൺസൂൺ മന്ത്, അതായത് ലോർഡ് ശിവ അവിടത്തേക്ക് ഗംഗ വാട്ടർ ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു കാര്യം, അതായത് ഈ പോകുന്ന വഴിക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്, ഫുഡും മറ്റ് സപ്ലൈസും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് സിറ്റീസിലേക്ക് കയറേണ്ട കാര്യം ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇവരിൽ പലരും ഇതുപോലെ സിറ്റീസിൽ കയറിയിട്ട് മൈനർ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലുള്ള പല ഇൻസിഡൻസും നമ്മൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ആയിട്ടും അതുപോലെ ന്യൂസസ് ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വേറൊരു റിപ്പോർട്ടിംഗ് കൂടി കാണാം, അതിൽ കുറച്ച് അധികമുണ്ട്, അതുപോലെ കുറച്ച് ഡീറ്റെയിലിംഗും കൂടിയിട്ട് നമുക്കതൊന്ന് കാണാം. Under our double-engine sarkars, are Kavariyas above the law? A school van carrying children was attacked by a group of Kavariyas in Lucknow's Chowk, historically a Muslim-dominated area of the capital city. 6 Kavariyatris on 3 motorcycles allegedly threw stones and broke the rear windshield and a side mirror of the van with their hands. What angered these Kavariyas was a minor collision. The van ferrying kids accidentally brushed into one of the 3 motorcycles after the driver hit the brakes suddenly because of the rain. That was enough to make the Kavariyas go rogue, leaving these school children extremely scared on their way back home, according to their parents. As per reports, the parents say that the police initially refused to file a complaint against the Kavariyas and instead threatened to seize the school van on the grounds that it did not have proper documents. Now, this is not an isolated incident. This week itself, another incident was reported from UP's Meerut, where a policeman was left injured in a clash between 2 groups of Kavariyatris. Again, the trigger was a Kavar kept on the road being struck by a
motorcycle. Now, this spiritual pilgrimage is mythologically associated with the Samudra Manthan, Lord Shiva's supreme sacrifice of drinking the poison to save humanity, and goddess Parvati giving him Ganga Jal to cool his throat. But increasingly, this yatra is being tainted by some saffron-clad men going rogue on the streets, unleashing violence and vandalism, while the police are very often seen either siding with the violent Kavadiyas or simply remaining silent spectators. According to independent estimates, nearly 170 cases of violence and disorder involving Kavadiyatris were reported last year. In fact, a CRPF Jawan was beaten up by a group of Kavadiyas last year at a railway station. A school bus was vandalized and its driver was assaulted. In most of these cases, the pattern is almost the same. Even slight contact with a vehicle or a minor collision, which is bound to happen because they share roads with regular commuters, becomes an excuse to unleash violence. The justification offered is that this is a targeted attempt to make their Kavad Yatra impure. More often than not, these clashes take place in Muslim-dominated areas. And apart from the police appearing almost subservient and കേട്ടില്ലേ? ഇവർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ചുരുക്കി നോക്കാം. അതായത് ഒന്നാമത് ആ സ്കൂൾ വാൻ തകർത്ത കാര്യങ്ങൾ തന്നെയാണ്. അതായത് സൈഡ് മിററും ഇതൊക്കെ അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു പ്രശ്നത്തിനാണ് അത് വലിയൊരു പ്രശ്നമാക്കി അവർ മാറ്റിയിട്ടുള്ളത്. അതുപോലെ പോലീസ് ആദ്യം കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് വിസമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഈ സ്കൂൾ വാനിന് ആളെ ത്രട്ടൻ ചെയ്യുകയാണ് ചെയ്തത്. അതായത് കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് പേപ്പർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ സ്കൂൾ വാൻ സീസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് കൂടുതൽ പ്രഷർ വന്നതിന് ശേഷമാണ് കേസ് എടുത്തിട്ടുള്ളത്. അതുപോലെ മറ്റു ഇൻസിഡന്റ്, അതായത് ഉത്തർപ്രദേശിലെ മീററ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പോലീസുകാരെ അവർ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പോലീസ് കൊടുത്തിട്ടുള്ള ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതായത് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്, പോലീസിനെ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ. പക്ഷെ മീററ്റ് പോലീസ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു സംഭവം ഇല്ല. അതായത് സ്വന്തം ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളെ തല്ലിയിട്ടും ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. അതായത് അങ്ങനെയാണ് അവരുടെ അവസ്ഥ. വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് പാസ്റ്റ് ഇതിനു മുമ്പും കഴിഞ്ഞ വർഷവും ഇതേപോലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഈ കൻവാർ യാത്ര നടത്തുമ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടർ പറയുന്നത്. അതുപോലെ ഒക്കെയാണ് മെയിൻ ആയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, അതായത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഈ വർഷവും അതുപോലത്തെ ഒരു പാറ്റേൺ തന്നെയാണ് ഇവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ ഈ വർഷവും, കഴിഞ്ഞ പ്രാവശ്യം ബസ്സിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കൻവാർ യാത്ര ഒരു പുണ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് ആ ഒരു മതത്തെ അടക്കം പറയിപ്പിക്കുന്ന രീതിയിലാണ് ഇതുപോലുള്ള ചില ആളുകൾ, എല്ലാവരുമല്ല ചില ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ആ രണ്ടാമത്തെ പെൺകുട്ടിയുടെ വീഡിയോ അതൊന്ന് കാണാം. അങ്ങനെ എന്നെയും ചാപ്പവത്തി, തീവ്രവാദി, രാജ്യദ്രോഹി, ജഹാദി എന്നൊക്കെ പറഞ്ഞു. സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ആ വിദ്യാർത്ഥി സമരത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകളാണ് എന്നെ തീവ്രവാദിയാക്കി മാറ്റിയത്. അതിലൊന്നും ഒരു വിഷമവും ഇല്ല. കാരണം നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലും പറയാൻ അറിയോ? വിദ്യാർത്ഥികളുടെ വിഷമം അറിയോ? ജനങ്ങളുടെ വിഷമം അറിയോ? മനുഷ്യരെ കുറിച്ച് പറയാനോ? അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറയാൻ അറിയോ? ആകെ നിങ്ങൾക്കറിയാവുന്നത് പ്രതികരിക്കുന്നവരെ, ചോദ്യം ചെയ്യുന്നവരെ തീവ്രവാദി എന്നൊക്കെ പറയാനും നിങ്ങൾക്ക് അറിയൂ. പിന്നെ ചിലര് കുഞ്ഞു വായിൽ വലിയ വർത്താനം പറയരുത് എന്ന് പറയും. ഞാൻ ചോദിക്കട്ടെ, വലിയ വായിട്ടായിട്ട് മിണ്ടാതിരിക്കുന്നതിനും കാട്ടി നല്ലതല്ലേ ഈ കുഞ്ഞു വായിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നത്, അല്ലേ? പിന്നെ വേറെ ചിലര് എഴുതി കൊടുത്ത കുട്ടി വായിക്കുകയാണ്, കീ കൊടുത്ത പാവയാണ് എന്നൊക്കെ പറയും. അതിൻ്റെയൊക്കെ ഒരു ആവശ്യമില്ല. കാരണം 10 വയസ്സുള്ള എനിക്കിങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഈ പുസ്തകങ്ങളൊക്കെ വെറുതെ ഇരിക്കുന്നതല്ല, ഇതൊക്കെ വായിക്കാനുള്ളതാണ്. പത്രം ഇതൊക്കെ വായിക്കണം. ഇതൊക്കെ വായിക്കുന്നതിലൂടെ നമുക്ക് അറിവ് കിട്ടും. പിന്നെ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഇതിനെ കുറിച്ചുള്ള വീഡിയോ 2-3 കണ്ട് റെഫർ ചെയ്തിട്ട് അതിൽ നിന്ന് 3-4 പോയിന്റ് കിട്ടിയാൽ മതി. അത് 10 മിനിറ്റുള്ളിൽ നമുക്കത് പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് അറിവൊക്കെ കിട്ടും. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതിന് നിങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടമല്ലല്ലോ. നിങ്ങൾക്ക് അക്ഷരങ്ങൾ ഇഷ്ടമല്ല, അറിവ് ഇഷ്ടമല്ല, വിദ്യാഭ്യാസം ഇഷ്ടമല്ല. നിങ്ങൾക്ക് ആകെ ഇഷ്ടം ഈ തീവ്രവാദി എന്നൊക്കെ കമന്റ് ഇടുന്നത്. ഇതൊക്കെ പറയാൻ വലിയ വാ വേണമെന്നൊന്നുമില്ല. വലിയ മനസ്സുണ്ടായാൽ മതി. വിശാലമായ മനസ്സ്, എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന മനസ്സ്. അതില്ലാത്തതാണ് ഈ പ്രശ്നം. അതിലൊരാൾ കമന്റ് ഇട്ടേക്കാണ്, അടി തുടങ്ങിയിട്ടില്ല മോളെ, വടി വെട്ടാൻ പോകുന്നേ ഉള്ളൂ. എന്തും മനസ്സാണ് നിങ്ങളുടെ. ഇത് കണ്ടില്ലേ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ സന്തോഷിക്കാൻ തോന്നും? പിന്നെ ഏറ്റവും വലിയ ചോദ്യം, പഹൽഗാമിൽ ആ 29 പേരെ വെടിവെച്ച് കൊന്നപ്പോ നീ എവിടെയായിരുന്നു? ഒന്നും മിണ്ടിയില്ലല്ലോ. അതൊക്കെ ഞാൻ പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, സോഷ്യൽ മീഡിയയിലല്ല, 100 കണക്കിന് ആൾക്കാർ പങ്കെടുത്ത ഓപ്പൺ സ്റ്റേജിൽ വെച്ച്. അവിടെ മതം തിരിഞ്ഞ് നിങ്ങൾ പാവങ്ങളെ പോയിന്റ് ബ്ലാങ്കിൽ നായാടിയെങ്കിൽ വീട്
വീഡിയോ താഴെയുണ്ട്, പോയി കണ്ടോ, രോമാഞ്ചം വരും. ഇതൊക്കെ കാണണമെങ്കിലേ ഒരു കണ്ണടച്ച് കണ്ടാൽ കാണൂല, 2 കണ്ണും തുറന്ന് കാണണം. ജന്തർ മന്ദർ, അവിടെ എല്ലാവരും ഉണ്ട്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, സിഖുകാര്, എല്ലാ നല്ല മനുഷ്യരും ഉണ്ട്. ഭാരതത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം കാണാൻ അവിടെ പോയാൽ മതി. പക്ഷേ ഒരു കൂട്ടർ മാത്രമേ ഇല്ല. അവരാണ് ഇവിടെ വന്ന് തീവ്രവാദി എന്നൊക്കെ കമന്റ് ഇടുന്നത്. അവരല്ലാത്ത എല്ലാ നല്ല മനുഷ്യരും ആ വിദ്യാർത്ഥികൾക്ക് സപ്പോർട്ടായിട്ടുണ്ട്. പിന്നെ ഒരു ചേച്ചി പറഞ്ഞു, നീ അവിടെ പോയി പ്രസംഗിക്കാൻ, അവിടെ പോകണമെന്നും ആ ചരിത്രത്തിന്റെ ഭാഗമാകണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ വണ്ടിക്കുലിക്ക് പൈസ ഇല്ല. ആരെങ്കിലും കൊണ്ടുപോകണേ പോകും. പിന്നെ കുറച്ച് പേര് കമന്റ് ഇട്ടു, ഞാൻ ഫോളോ ചെയ്ത് പോവുകയാണ്. അവരൊക്കെ എന്നെ ഫോളോ ചെയ്തിട്ട് പോലും ഇല്ല. അങ്ങനെയുള്ളവർ പൊക്കോട്ടെ. നമ്മൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ മതസംഘടനയുടെയോ സപ്പോർട്ട് കൊണ്ടല്ല ഞാൻ ഇവിടെ വരെയെങ്കിലും എത്തിയത്. ജാതി മത രാഷ്ട്രീയത്തിനപ്പുറം സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കുറേ നല്ല മനുഷ്യന്മാരുടെ സപ്പോർട്ട് എനിക്കൊപ്പമുണ്ട്. അവരുടെ സപ്പോർട്ട് എനിക്ക് മതി, അല്ലാത്തവർക്ക് പോകാം. കോമഡി റീലും ഇമിറ്റേറ്റിംഗ് വീഡിയോ മാത്രമല്ല ഞാൻ ചെയ്യുന്നത്. അതിനൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത്. അതായത് കണ്ടോ, 10 മില്യൺ. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു, ഒരു കോമഡി വീഡിയോ. മോളെ, ഈ നാട്ടിൽ കുറച്ച് ജന്മങ്ങളുണ്ട്. അതായത് നല്ല കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർ പറയും നിങ്ങൾ തീവ്രവാദിയാണ്, അങ്ങനെ ഒരു മുദ്ര കുത്തും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ തീവ്രവാദി എന്ന് വിളിക്കുന്ന അവരാണ് യഥാർത്ഥ തീവ്രവാദികൾ. ഈ രാജ്യത്തെ നശിപ്പിക്കുന്നത് അവരാണ്. അതായത് ഈ കഴിവില്ലാത്ത ആളുകളെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോയി കുഴിയിൽ ചാടിക്കില്ലേ, അങ്ങനെ കുഴിയിൽ ചാടിയിരിക്കുകയാണ് ഇന്ത്യ. കുഴിയിൽ ചാടിയപ്പോൾ ആ സർക്കാർ മാത്രമല്ല കുഴിയിൽ വീണിട്ടുള്ളത്, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ആ കുഴിയിലാണ് ഉള്ളത്. അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ തീവ്രവാദികൾ. പിന്നെ ഈ 2 പെൺകുട്ടികളെ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുള്ളത്, നമ്മൾ ഇവിടുത്തെ ഓപ്പോസിഷൻ പാർട്ടീസ്, ഓപ്പോസിഷൻ മെമ്പേഴ്സ്, അവരൊക്കെ ഇവിടെ എന്താണ് ചെയ്യുന്നത്?